പത്തനംതിട്ട കോന്നി കല്ലേലി പോളിംഗ് ബൂത്തിന് സമീപം കാട്ടാന എത്തി എന്ന വാർത്ത വരുന്നു. 214 നമ്പർ പോളിംഗ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്ന അരുവാപ്പുലം പഞ്ചായത്തിലെ ജോർജ് ജോസഫ് മെമ്മോറിയൽ UP സ്കൂളിന് സമീപമാണ് കാട്ടാന എത്തിയത്. സമീപവാസികൾ ഏറെ നേരം പടക്കം പൊട്ടിച്ചതിന് ശേഷമാണ് ആനയെ തുരത്താൻ കഴിഞ്ഞത്. നമ്മൾ അതിലേക്ക് പ്രതികരണങ്ങൾ വരുന്നുണ്ട്, ആ പ്രതികരണങ്ങൾ കേൾക്കാം. ഇന്നലെ വെളുപ്പിന് ഒരു 4 മണിയായപ്പോൾ ഒരു ഒറ്റാൻ കൊമ്പൻ ഈ സമീപത്തുള്ള നമ്മുടെ ഈ സ്കൂളിന് നേരെ മുൻവശത്ത് അപ്പുറത്തായിട്ടുള്ള ഇടത്തുവശത്തുള്ള ഹമീദിൻ്റെ വാഴയ്ക്കകത്ത് വരികയും വാഴ ചവിട്ടി നശിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹമീദ് എണ്ണീച്ച് ബഹളം വെക്കുകയാണ്. പടക്കം പൊട്ടിച്ചപ്പോൾ ആന ഓടുകയൊക്കെ ചെയ്തു. ഒരു 3-4 പടക്കങ്ങൾ, വലിയ പടക്കങ്ങൾ പൊട്ടിച്ചപ്പോഴാണ് അത് മാറിയത് തന്നെ. ഇന്നലെ രാത്രിയിലാകുമ്പോൾ ഇവിടെ പോളിംഗ് ബൂത്ത് അല്ലേ, പോളിംഗ് സെൻറ്റർ ആകുമ്പോൾ ഇവിടെ ഒരു ഡ്യൂട്ടി പോലീസുകാരനും മറ്റ് സ്റ്റാഫുകളെല്ലാം രാത്രി തന്നെ ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ അവരെല്ലാം ഇച്ചിരി ഭയപ്പെട്ടു. പിന്നെ റോഡിൽ കൂടെ ലൈറ്റൊക്കെ ഹെഡ് ലൈറ്റൊക്കെ അടിച്ച് നോക്കിയപ്പോഴത്തേന് ആന ചെക്ക് പോസ്റ്റിൻ്റെ സൈഡിലേക്ക് ഓടി മാറുകയാണ് ചെയ്തത്. ഷിജോ കുര്യൻ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. ഷിജോ, ഈ കോന്നി കല്ലേലി പോളിംഗ് ബൂത്തിന് സമീപമാണല്ലോ കാട്ടാന എത്തിയത്. അത് മനസ്സിലാക്കുന്ന 214 നമ്പർ പോളിംഗ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്ന അരുവാപ്പുലം പഞ്ചായത്തിലെ ജോർജ് ജോസഫ് മെമ്മോറിയൽ UP സ്കൂളിന് സമീപമാണെന്നാണ്. എന്താണ് വിവരങ്ങൾ ഷിജോ? GK അനുജ, ഈ പറയുന്ന കോന്നി കല്ലേലി അരുവാപ്പുലമൊക്കെ പ്രദേശം മലയോര മേഖലയാണ്. കാട്ടാന അടക്കമുള്ള വന്യമൃഗങ്ങൾ ദിവസം ഓരോ സമയത്തും ആ പ്രദേശത്തേക്ക് ജനവാസ മേഖലയിലേക്ക് എത്തി കൃഷി അടക്കം നശിപ്പിക്കുന്ന സാഹചര്യങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്ന് പുലർച്ചയോടുകൂടിയാണ് കോന്നി അരുവാപ്പുലം ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള 214 നമ്പർ ബൂത്തിന് സമീപത്തേക്ക് കാട്ടാന എത്തിയത്. പിന്നീട് അവിടെ ഈ കാട്ടാന എത്തിയ സമയത്ത് തന്നെ പോളിംഗ് ഉദ്യോഗസ്ഥർ 3 സ്ത്രീകളടക്കം ഏതാണ്ട് 6 ജീവനക്കാരുണ്ടായിരുന്നു. ഈ ജീവനക്കാർ ഈ കാട്ടാനയെ കണ്ട് വലിയ തരത്തിൽ പരിഭ്രാന്തിയൊക്കെ ആളുകൾക്കുണ്ടായിരുന്നു. എന്തായാലും അവർ പുറത്തേക്കൊന്നും ഇറങ്ങിയില്ല. പിന്നീട് അവിടെയുള്ള പ്രാദേശികവാസികളായിട്ടുള്ള നാട്ടുകാർ ഈ പടക്കം പൊട്ടിച്ചാണ് കാട്ടാനയെ തുരത്തിയത്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഈ കാട്ടാന അവിടുന്ന് പോകുന്ന വഴിക്ക് ആ പ്രദേശത്തെ കൃഷിയും നശിപ്പിച്ചിട്ടുണ്ട്. വ്യാപകമായിട്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.